കലാലയങ്ങളിലൊക്കെ കലോത്സവങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിനൊക്കെ ഓരോ പേര് കൊടുക്കാറുണ്ട്. ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലായിക്കോട്ടെ, കോളേജിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലായിക്കോട്ടെ, അത്തരത്തിൽ തിരുവനന്തപുരം ധനുവച്ചപുരത്ത് ഒരു ഗവൺമെൻറ് IT ഉണ്ട്. അവിടെ ഒരു കലോത്സവം നടക്കാൻ പോകുന്നു. അതിന് അവർ കൊടുത്തിട്ടിരിക്കുന്ന പേര് കലിമ എന്നാണ്. ഈ കലിമ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഇതൊരു വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി. എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുക? അതിപ്പോ SFI യൂണിയൻ ഉള്ള സ്ഥലമാണ് ഈ ധനുവച്ചപുരം ITI. അവിടുത്തെ ആർട്സ് ഫെസ്റ്റ് കലോത്സവം, അതിനാണ് കലിമ എന്ന് പേരിട്ടിരിക്കുന്നത്. ഈ SFIയിലൊക്കെ ഞങ്ങളൊക്കെ മഹാരാജസിലൊക്കെ പഠിക്കുന്ന കാലത്ത് ബുദ്ധിയും വിവരമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു, പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭൂതകാലത്ത് തന്നെയാണ് പറയുന്നത്. കാരണം ആ കാലത്ത് SFIയില് ഈ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളൊക്കെ ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ്. ഇപ്പൊ സുരേഷ് കുറുപ്പിനെ അടുത്ത കാലത്ത് തന്നെ ഞാൻ ഗുരുവായൂരില് ഒരു വിവാഹ സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു. ഞങ്ങള് കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന പടമൊക്കെ ഇട്ടിരുന്നതാണ്. CP ജോൺ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ അത്യാവശ്യം വായനയും വിവരവും പഠിപ്പും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോ ഈ ഐസക്കിനെ പോലും ഞാൻ അക്കാലത്ത് ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. പിന്നീടുള്ള ഐസക്കിനെ പറ്റി എനിക്ക് അഭിപ്രായം ഇല്ലെങ്കിലും പഠിക്കുന്ന കാലത്തൊക്കെ മഹാരാജസിലൊക്കെ പഠിക്കുന്ന കാലത്ത് ആദ്യം മൈക്കഫായിട്ട് വന്നാണെങ്കിലും പിന്നീട് NK വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഐസക്കിനെ SFIയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ക്രിസ്ത്യൻ വിദ്യാർത്ഥി വിഭാഗം ഉണ്ടല്ലോ, ഐക്കഫ് എന്ന് പറയും, അതിലായിരുന്നു ഐസക് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോ ഇതിൻ്റെ അകത്ത് കലിമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ചേരുമ്പോൾ ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഈ കലിമ എന്ന് പറഞ്ഞാല്. ഇത് മനസ്സിലാകണ്ടേ? ഇന്തിഫാദ എന്നിട്ടു. ഇന്തിഫാദ എന്ന് പറഞ്ഞാൽ പിന്നെയും വിപ്ലവമെന്നോ മറ്റോ ഒക്കെ അർത്ഥമുണ്ട് എന്ന് പറയാം. ആദ്യത്തെ ഇന്തിഫാദ, രണ്ടാമത്തെ ഇന്തിഫാദ എന്നൊക്കെ പറഞ്ഞിട്ട് പലസ്തീനിലെ ഒക്കെ മറ്റേ കലാപത്തിനെ പറ്റിയും പോരാട്ടത്തിനെ പറ്റിയും ഒക്കെ പറയാറുണ്ട്. ഇന്തിഫാദ എന്ന് അവരൊരു മാഗസിനോ അല്ലേ കലോത്സവത്തിനോ ഒക്കെ പേരിട്ടിരുന്നില്ലേ നേരത്തെ? അത് മൊത്തത്തിൽ CPM ഇസ്ലാമിക പ്രീണനത്തിൽ മുഴുകിയപ്പോ, ഏത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഇസ്ലാമിക പ്രീണനം മറ്റേ സീറ്റൊന്നും കിട്ടാതായപ്പോഴാണല്ലോ അത് വിട്ടത്. മുസ്ലിങ്ങള് ശരിക്കും കൈകാര്യം ചെയ്തു. എന്നിട്ടിപ്പോ സോഫ്റ്റ് ഹിന്ദുത്വയിലേക്ക് പാർട്ടി വന്നിരിക്കുന്ന മധുര പാർട്ടി കോൺഗ്രസിന് ശേഷം മറ്റേ BJP തന്നെ ഫാഷിസ്റ്റ് അല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. നിയോ ഫാഷിസ്റ്റ് പ്രവണതകൾ പുലർത്തുന്നു എന്ന് മാത്രമായിട്ട് ഭേദഗതിയൊക്കെ ചെയ്ത് ഇപ്പൊ ഹിന്ദുക്കളെ വീണ്ടും വാരിക്കൂട്ടി ജയിക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഇടയ്ക്കാണ് കലിമ എന്ന് കലോത്സവത്തിന് പേരിട്ടിരിക്കുന്നത്. അപ്പോ എന്താണ് കലിമ? വിശ്വാസ പ്രഖ്യാപനം, അതാണ് കലിമ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഏകത്വം, അല്ലാഹു മാത്രമേ ദൈവമായിട്ടുള്ളൂ, ഏകദൈവം എന്നൊക്കെ തൗഹീദ് എന്ന് പറയും. ഏകദൈവം എന്ന് പറയുന്ന ആദ്യത്തെ പ്രാർത്ഥനയൊക്കെയാണ്. നബിയുടെ പ്രവാചകത്വം അംഗീകരിക്കൽ, പിന്നെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ സത്തയാണ് ഈ കലിമ എന്ന് പറയുന്നത്. ആദ്യം ഒരാള് ഇസ്ലാമിൽ ചേരുന്നത് കലിമ ചൊല്ലിയിട്ടാണ് ഇത് ചേരുന്നത്. അപ്പൊ വാക്കുകൊണ്ടുള്ള വിശ്വാസ പ്രഖ്യാപനം, അതാണ് കലിമ എന്ന് പറയുന്നത്. 6 തരം കലിമകളുണ്ട്. അതില് വിശ്വാസം, പ്രായശ്ചിത്തം എന്നിവയൊക്കെ പ്രകടമാക്കാനുള്ളതാണ് ഈ 6 കലിമ. അതിൽ ആദ്യത്തെ കലിമ, ആദ്യത്തെ 2 പ്രധാനം. പക്ഷെ ഏറ്റവും ആദ്യത്തെ ആണ് ഈ ഇസ്ലാമിൽ ചേരുമ്പോൾ ചൊല്ലിക്കുന്ന ആദ്യത്തെ കലിമയ്ക്ക് തയ്യാബ് എന്ന് പറയും. അത് അനിവാര്യമാണ് ആ കലിമ ചൊല്ലുക എന്നുള്ളത്. ഇപ്പോ പഹൽഗാമിലൊരു രാമേന്ദ്രൻ വെടിവെച്ചു കൊന്നില്ലേ എടപ്പള്ളിയിലെ? ആ രാമേന്ദ്രന്റെ മകൾ അടുത്ത കാലത്ത് ഭീകരവാദികൾ ചെയ്ത കാര്യം ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ടില്ലേ? ഞങ്ങളോട് വന്നിട്ട് ആ ഭീകരവാദികള് കലിമ എന്നൊരു വാക്ക് പ്രയോഗിക്കുന്നത് കേട്ടു. ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, അപ്പൊ അതുകൊണ്ട് ഹിന്ദിയിൽ അറിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ പിന്നെ ഇവര് ഹിന്ദുക്കളാണെന്ന് വ്യക്തമായല്ലോ. അങ്ങനെ മറ്റേ ആദ്യം വന്നിട്ട് മറ്റേ ചില ആളുകളുടെയൊക്കെ വസ്ത്രം ഇല്ലേ അഴിച്ചു പരിശോധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചില സിനിമകളിലൊക്കെ കാണും, കലിമ ചൊല്ലു എന്ന് പറഞ്ഞാൽ ഇത് അറിയാമോ എന്ന് നോക്കുകയാണ്.
കാരണം ഒരു മുസ്ലിം ആണെങ്കിൽ കലിമ എന്താണെന്നുള്ളത് അറിയാം. ഇപ്പൊ ഞാനിത് പറഞ്ഞു കഴിയുമ്പോ എന്താണ് കലിമ എന്നുള്ളത് മനസ്സിലാവും. ഞാൻ ആ വാചകം കൂടി പറഞ്ഞു കഴിയുമ്പോ കയ്യിൽ എപ്പോഴും ഇരിക്കുന്നത് നല്ലതാണ്. അതെ, കാശ്മീരിലൊക്കെ പോകുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ കലിമ തയ്യാബ് അത് അനിവാര്യമാണ് ഇസ്ലാമിൽ ചേരുമ്പോ തന്നെ. അപ്പൊ ഇസ്ലാമിനെ ആശ്ലേഷിക്കുന്നത് കലിമ ചൊല്ലിക്കൊണ്ടാണ്. അല്ലാഹുവിനോടുള്ള പ്രതിബദ്ധത ആണത്. തയ്യബ് എന്നാല് ആദ്യത്തെ കലിമയ്ക്ക് തയ്യബ് എന്നാണ് പറയുന്നത്. തയ്യബ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വിശുദ്ധി എന്നാണ്. അപ്പൊ എന്താണ് ആദ്യത്തെ കലിമ? അപ്പൊ ഇതാണ് ആദ്യത്തെ കലിമ. അത് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, എല്ലാവരും കേട്ടിട്ടുള്ളതുമാണ്. പക്ഷെ കലിമ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൽ റസൂലല്ലാ, ഇതാണ് കലിമ. അത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണല്ലോ, പക്ഷെ എന്താണെന്ന് അറിയില്ല. ഇതാണ് കലിമ. അപ്പൊ അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതൻ, ഇതാണ് ഇതിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുൽ റസൂലല്ല. റസൂൽ എന്ന് പറഞ്ഞ പ്രവാചകനാണല്ലോ. അപ്പൊ ഇതാണ് ഈ കലിമ എന്ന് പറയുന്നത്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ചിലപ്പോ പഹൽഗാമിലൊക്കെ ചെന്നിട്ട് പിടിച്ചു കൂടിയാലും ചിലപ്പോ രക്ഷപ്പെട്ടു എന്നൊക്കെ വരാം. ഒരു മലയാള സിനിമയില് അതിന്റെ പേര് മറന്നുപോയി, നമ്മുടെ നേഴ്സുമാര് രക്ഷപ്പെടുന്ന ഇറാഖിൽ നിന്ന് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ ഇതൊക്കെ ചോദിക്കുമ്പോ ഒരു കുട്ടി, ആൺകുട്ടി ഇത് ചൊല്ലുന്നതൊക്കെ കാണാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോ പിന്നെയുള്ള കലിമ എന്ന് പറഞ്ഞാല് രണ്ടാമത്തത് ഷഹാദത്ത്, സാക്ഷ്യം എന്നാണ് അർത്ഥം. മൂന്നാമത്തത് തംജീദ്, മഹത്വം, പടച്ചോന്റെ മഹത്വം പറയുന്നത്. അടുത്തത് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകത്വം, ഒറ്റ ദൈവം, ഏകദൈവം. അസ്തഗ്ഫാർ, അടുത്തത് പ്രായശ്ചിത്തം. റദ്ദ് കുഫർ, അവസാനത്തേത് അവിശ്വാസം തള്ളിക്കളയുക, ബഹുദൈവ വാദത്തിന് തള്ളിക്കളയുക. ഇങ്ങനെയാണ് ഈ 6 കലിമകൾ. അത് ആദ്യത്തത് ഈ പ്രധാനമായിട്ടും തയ്യബ്, അത് ഇസ്ലാമിൽ ചേരുമ്പോൾ ഇത് ചൊല്ലിക്കും. ഇത് മദ്രസകളിൽ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ആദ്യ 2 കലിമകൾ നിത്യ ജീവിതത്തിന്റെ ആധാരമാണ്, സ്വത്വം വെളിവാക്കുന്നതും ഒക്കെയാണ്. ഇത് ഞാൻ ധാരാളമായിട്ട് ഈ കലിമ എന്ന് പറഞ്ഞ വാക്ക് കാണുന്നത് ഈ മാപ്പിള ലഹളയുടെ ചരിത്രം എഴുതുമ്പോഴാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അപ്പോ ആ നിർബന്ധിതമായിട്ട് ഹിന്ദുക്കളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയിട്ടേ ധാരാളം പേരെ ആ കാലത്ത് ഇസ്ലാമിൽ ചേർക്കുന്നുണ്ടായിരുന്നല്ലോ. അതെ, ഇസ്ലാമിൽ ചേരുക അല്ലെങ്കിൽ മരിക്കുക, രണ്ട് ഓപ്ഷൻ, അതിലൊന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ അങ്ങനെ രക്ഷപ്പെടാനുള്ള ഹിന്ദുക്കള് പലരും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായിട്ടുണ്ട്. അപ്പൊ അവരെ കലിമ ചൊല്ലിക്കുന്നത്, ആ മാപ്പിള ലഹളയുടെ ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വാക്ക് പഠിച്ചിരിക്കും, മിസ് ചെയ്യില്ല, കലിമ എന്നുള്ള വാക്ക്. അപ്പൊ ഈ മതപരിവർത്തനം, ഇസ്ലാമിൽ ചേരൽ, ആ വിശ്വാസം അരക്കിട്ടുറപ്പിക്കൽ, ഇതിനെയൊക്കെ ഉറപ്പിക്കുന്ന വാക്കാണ് ഈ കലിമ. അതാണ് അവിടെ. അതിന് ഈ കലയുമായിട്ടൊരു ബന്ധവുമില്ല. ഇതിലെന്ത് പുരോഗമനമാണ് ഈ കലിമ എന്നുള്ള പേര് ഒരു കലോത്സവത്തിന് ഇടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇവർ ഈ പഹൽഗാമിൽ നടന്നൊന്നും വായിച്ചിട്ടില്ലേ? അപ്പൊ പഹൽഗാമിൽ നടന്നതിനെ അനുകൂലിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കില്ലേ ഈ കാര്യങ്ങൾ? അപ്പൊ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം, അവരെ നയിക്കുന്ന CPM എന്ന് പറയുന്ന പഹൽഗാം മാത്രം ഭീകരവാദത്തിനെ അനുകൂലിക്കുന്നു എന്ന് നമുക്ക് പറയാം, നിർബന്ധിത മതപരിവർത്തനത്തിന് അനുകൂലിക്കുന്നു പറയാം. ഇത് ITIയിലെ വിദ്യാർത്ഥികളെ മുഴുവൻ ഇസ്ലാമിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതില് നമുക്ക് സംശയിക്കേണ്ടത്. അപ്പൊ ഒരു വിദ്യാർത്ഥി യൂണിയൻ SFI അവിടെ പ്രവർത്തിക്കുമ്പോൾ ഭാഗത്തിലേക്കൊക്കെ ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നല്ലേ അർത്ഥം. അതെ, അവരെ ഇങ്ങനെ ചേഞ്ച് ചെയ്യിച്ചത് ചിലപ്പോൾ അത്ര ആളുകളുടെ ഇടപെടൽ കൊണ്ടായിരിക്കും. അപ്പൊ CPM പോലും ഇത് ശ്രദ്ധിക്കുന്നില്ലേ? അങ്ങനെ അല്ല, ഇതിപ്പോ റഹീമാണ് കലിമ എന്നുള്ള പേര് നിർദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. ഇത് വേണ്ട, ഈ അജണ്ട വേണ്ട എന്ന് വെച്ചിട്ടാണല്ലോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പോകുന്നത്, CPM. അതെ,
മൃദു ഹിന്ദുത്വമായിട്ടല്ലേ ഇപ്പോ പോകുന്നത്. അതെ. അതിന്റെ ഇടയ്ക്ക് എങ്ങനെ ഈ കലിമ ചൊല്ലിക്കുന്നു CPM വിദ്യാർത്ഥികളെ കൊണ്ട്? എല്ലാവരും കലിമ കലിമ എന്ന് ITയിൽ പറയേണ്ടി വരില്ലേ? പറയേണ്ടി വരുന്നുണ്ട്. ഈ ഫെസ്റ്റിവലാണ് എന്ന് പറയുമ്പോൾ ഇന്ന് കലിമയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ സംഭവം. അതെ. പാർട്ടി എവിടെ ചെന്ന് നിൽക്കുന്നു? ഈ പാർട്ടിയിലെ യുവാക്കൾ ഇനി നയിക്കേണ്ടവരല്ലേ അത്? അതെ. അവരെന്താണ് ഇങ്ങനെ ഈ പോഴത്തം കാണിക്കുന്നത്? അത് പോഴത്തമാണോ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ, മനഃപൂർവ്വമാണോ? അതല്ലെങ്കിൽ പ്രതികരണശേഷി ഉള്ളവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് പ്രതികരിച്ച് കാണിക്കട്ടെ, അല്ലെ ഇത് ശരിയായില്ല, ഈ മാപ്പ് പറയണ്ടേ, പിൻവലിക്കണ്ടേ? വിദ്യാർത്ഥികളോടും യുവാക്കളോടും പാർട്ടിക്കൊരു കടമയില്ലേ? ഗോവിന്ദൻ വിളിച്ചിട്ട്, ഗോവിന്ദൻ കുറെ കാലമായിട്ട് ഈ ബബ്ബ പറയുന്നുണ്ടല്ലോ, ഗോവിന്ദൻ ഇതിന്റെ അകത്ത്, ഗോവിന്ദനല്ലേ ഇപ്പൊ പല ആളുകളുടെയും കല്യാണമൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനങ്ങൾ പറയണം അല്ലെ? ഈ പാർട്ടി യുവാക്കളെ കൊണ്ട് കലിമ ചൊല്ലിക്കാൻ തീരുമാനിച്ചോ? ഗോവിന്ദനും പിണറായി വിജയനും ഉത്തരം പറയട്ടെ, കേരള സമൂഹത്തിനോട് ഉത്തരം പറയട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.